മുരുകായ നമ. ഇന്ന് നമുക്ക് വള്ളിക്കല്യാണം കേൾക്കാം. ശ്രീ ദേവസേനാ സമേതനായി ആനന്ദത്തോടെ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി സ്കന്ദപുരിയിൽ വാഴുന്ന കാലം. ഒരു ദിവസം ദേവർഷി നാരദൻ ഭഗവാനെ ദർശിക്കാനെത്തി. ഒരു കാരണവുമില്ലാതെ നാരദ മഹർഷി ആരെയും പോയി കാണില്ല എന്നറിയാമല്ലോ. മുരുക ഭഗവാൻ നാരദ മഹർഷിയുടെ വരവിന്റെ ഉദ്ദേശം ചോദിച്ചു. നാരദർ പറഞ്ഞു, നഞ്ചുനാട്ടിൽ കുറവ രാജാവായ നഞ്ചലിന്റെ പുത്രി വള്ളി അങ്ങയ്ക്കായി കാത്തിരിക്കുകയാണ്. മുരുകനെ അല്ലാതെ ആരെയും താൻ വിവാഹം കഴിക്കില്ലെന്ന ഉറച്ച തീരുമാനത്തിലാണ് കുമാരി എന്നും അറിയിച്ചു. ഇത് കേട്ട മുരുകൻ വള്ളിയെ ഒന്ന് പരീക്ഷിക്കാൻ തീരുമാനിച്ചു. അദ്ദേഹം ഒരു വേടന്റെ രൂപത്തിൽ വള്ളിയുടെ അരികിലെത്തി വിവാഹ അഭ്യർത്ഥന നടത്തി. എന്നാൽ വള്ളി താൻ മുരുകനെ പ്രണയിക്കുന്നു എന്നും മുരുകനെ അല്ലാതെ മറ്റാരെയും താൻ വിവാഹം ചെയ്യില്ല എന്നും പറഞ്ഞു. അവിടെ നിന്നും പോയി. കുറച്ചു കഴിഞ്ഞ് മുരുകൻ ഒരു വൃദ്ധന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. വള്ളിയോട് തനിക്ക് വിശക്കുന്നു എന്നും ഭക്ഷണം വല്ലതും തരണമെന്നും പറഞ്ഞു. വള്ളി ആ വൃദ്ധന് തേനും പഴങ്ങളും നൽകി. വിശപ്പടങ്ങിയ വൃദ്ധൻ തന്നെ വിവാഹം കഴിക്കാൻ ആവശ്യപ്പെട്ടു. വള്ളി അത് നടക്കില്ലെന്ന് ഉറപ്പിച്ചു പറഞ്ഞു. താൻ മുരുകനെ മാത്രം വിവാഹം കഴിക്കുകയുള്ളൂ എന്നും താൻ മുരുകന് വേണ്ടി തൻ്റെ ജീവിതം അർപ്പിച്ചിരിക്കുന്നു എന്നും അവൾ പറഞ്ഞു. എന്നാൽ വൃദ്ധൻ വാശി പിടിച്ചു. ഇതു കണ്ടു നിന്ന സഖിമാർ വൃദ്ധനെ കളിയാക്കി. ഇത്രയും പ്രായം ചേർന്ന നിങ്ങൾക്ക് നമ്മുടെ രാജകുമാരിയെ തന്നെ വേണമല്ലേ എന്നും പറഞ്ഞ് അവർ വൃദ്ധനെ കളിയാക്കി. തുടർന്ന് മുരുകൻ ഗണപതിയോട് ആനയുടെ രൂപത്തിൽ വന്ന് വള്ളിയെയും സഖിമാരെയും ഭയപ്പെടുത്താൻ ആവശ്യപ്പെട്ടു. ഒറ്റക്കൊമ്പനെ കണ്ട സഖിമാരും വള്ളി ഓടി ഓടി എവിടേക്കോ ചിന്നിച്ചിതറി. ആനയാണെങ്കിലോ വള്ളിയുടെ പിന്നാലെ തന്നെ തുടർന്നു. ഒടുവിൽ വള്ളി വൃദ്ധന്റെ അടുക്കലെത്തി തന്നെ ആനയിൽ നിന്ന് രക്ഷിക്കണമെന്ന് പറഞ്ഞു. നിന്നെ രക്ഷിച്ചാൽ നീ എന്നെ വിവാഹം കഴിക്കണം എന്ന് വൃദ്ധൻ തീർത്തു പറഞ്ഞു. ആദ്യമൊന്നും വള്ളി സമ്മതിച്ചില്ല. പിന്നെ ആനയുടെ ചിഹ്നം വിളി ഉയർന്നപ്പോൾ വള്ളി സമ്മതിച്ചു. അതിനുശേഷം മുരുകനും ഗണപതിയും അവരവരുടെ ദിവ്യരൂപത്തിൽ പ്രകടമായി. മുരുകൻ വള്ളിയെ വിവാഹം കഴിച്ചു. വള്ളി മുരുക പരിണയത്തിൻ്റെ കഥ പറയുന്ന ദേവസ്ഥാനമാണ് വേളിമല കുമാരസ്വാമി ക്ഷേത്രം. വേളി എന്നാൽ വിവാഹം എന്നർത്ഥം. സുബ്രഹ്മണ്യ സ്വാമിയുടെയും വള്ളി ദേവിയുടെയും പ്രണയ സാഫല്യത്തിന് സന്ദർഭമൊരുക്കിയ ഗണപതി കല്യാണ ഗണപതിയായി ഈ ക്ഷേത്രത്തിൽ അറിയപ്പെടുന്നു.